രേവതി റൂമിലേക്ക് വെള്ളമായിട്ട് വരുന്നുണ്ട്. സച്ചിയേട്ട വെള്ളം വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ്. അവിടെ വെച്ചേക്ക്. അങ്ങനെ സച്ചി പാവിരിച്ച് കിടക്കുമ്പോഴേക്കും നടുവിന് ഭയങ്കര വേദന. അയ്യോ എന്ന് പറയുമ്പോഴേക്കും എന്ത് പറ്റി സച്ചിയേട്ടാന്ന് ചോദിക്കുകയാണേ. കൂട്ടിയിട്ട് പോയിട്ട് നല്ല പണി മേടിച്ച് തന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വേണ്ടതിൽ ചെയ്തതല്ലേ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുതുക് നല്ല വേദനയുണ്ട്, കൈയും കാലൊക്കെ അങ്ങ് കുഴയുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതൊക്കെ ഒരു വെയിറ്റ് ആണോ, ഞാനിങ്ങനെ നിന്നെ അടുത്ത് ചുറ്റി കറങ്ങുന്നൊക്കെയല്ലേ. അപ്പം എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, പക്ഷേ ഇപ്പോഴാണെങ്കിൽ മേലാസകലം വേദനയാണ്. എത്രയോ കിലോമീറ്റർ ഉറങ്ങാതെ ഞാൻ കാർ ഓടിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും വരാത്ത വേദന നിന്നെ തൂക്കിയെടുത്തപ്പം വന്നു. നീ ഭയങ്കര വെയിറ്റ് ആണ്. എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ ഒരു വെയിങ് മെഷീൻ മേടിച്ചു വെക്കണം, അതിൽ വെയിറ്റ് നോക്കിയതിന് ശേഷം നീ കുറച്ച് ഭക്ഷണം കഴിക്കുക. നിങ്ങളാണെങ്കിൽ ഇഡ്ഡലിയെ പോലെ മെലിഞ്ഞിരിക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇഡ്ഡലി ഒന്ന് ചോദിക്കുകയാണേ. അത് കണ്ടിട്ടില്ലേ, അത് ഇംഗ്ലീഷ് പടത്തിലൊക്കെ വന്നിട്ട് അടിയൊക്കെ ഉണ്ടാക്കില്ലേ. ഓ അത് ജെറ്റ്ലി. ശരി, എന്തായാലും അത് നിങ്ങളെന്താ അതുപോലെയാണോ ഉള്ളത്? നിങ്ങൾക്ക് എന്നേക്കാളും നല്ല വെയിറ്റ് ഉണ്ട്, രണ്ടാൾക്കാർ വന്നാലും നിങ്ങളൊന്നും എടുത്ത് പൊക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്, കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എന്താ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ ഓരോരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഹോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ ആരാ ചെയ്യുന്നത്? അതിനെല്ലാം ശമ്പളം തരുവാണെന്നുണ്ടെങ്കിലേ കുറച്ച് കൂടുതൽ കാശുണ്ടാകും. ഞാൻ കുറച്ചേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയെന്ന്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ പറയാ. അപ്പൊ സച്ചി അരിയുടെ കണക്കൊക്കെ ഇങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്താ വായ്ക്കുള്ളിലിട്ട് പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ വേദന ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ, എന്നെ തൂക്കിയെടുത്തതുകൊണ്ട് നിങ്ങളുടെ കൈയും കാലും ഒക്കെ വേദനിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. നടുവ് ഉണ്ടെന്ന് പറയുമ്പോൾ ബാം എടുത്തോണ്ട് വരികയാണ് കേട്ടോ. കൈ കാണിക്കാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ തന്നെ തേച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് വേദന വന്ന്, അതുകൊണ്ട് ഞാൻ തന്നെ തേച്ച് തരാം, അവിടെ കിടക്കുക എന്ന് പറയണേ. അങ്ങനെ കൈക്ക് തേച്ച് വിടുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാല് നീട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. കാല് നേരെ രേവതിയുടെ മുഖത്തിന് നേരെയാണ് നീട്ടുന്നത്. എൻ്റെ തലയിലേറ്റി വെക്കി, കാലിൽ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മടിയിലല്ലേ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര വേദനയാണ്. കാലിൽ മെല്ലെ മെല്ലെ തേക്കിന്ന് പറയുന്നുണ്ട്. ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് രേവതി കാലിനും അതുപോലെ മുതുകിനൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടേ. നടുവിനൊക്കെ മരുന്ന് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, നിന്നെ തൂക്കിയെടുത്ത് പോകുന്നതിനേക്കാൾ ഇപ്പൊ വേദന കൂടുതലാണ് നീ തൈലം തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിന് സച്ചിയേട്ടാ വേറൊരു വഴിയുണ്ട്, ഞാൻ കയറി നിന്നിട്ട് മുതുക് തടവിത്തരാം, അപ്പോൾ വേദന പോകുമെന്ന് പറയുമ്പോഴേക്കും സച്ചിയാകെ ഞെട്ടി എണീക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ ജീവൻ തന്നെ നീ കളയുമോ? വേദന പോകുന്നാണ് സച്ചിയേട്ട പറഞ്ഞത്. നിന്നെ തൂക്കിയെടുത്തപ്പോഴേ എനിക്ക് ഇത്രയും വേദന വന്നു, ഇനിയിപ്പോൾ നീ എൻ്റെ മേലെ കയറാൻ വേണ്ടി പോവാണോ? അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ അപശകുനമായിട്ട് സംസാരിക്കുന്നത്? നല്ലത് വിചാരിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലത് മാത്രമേ നടക്കുള്ളൂ. ഞാനിവിടെ വേദനിച്ച് കിടക്കുന്ന സമയത്താണോ നിന്റെ തത്വം പറിച്ചില്? വേദന പോവാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ട പറഞ്ഞത്. നിങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ കിടക്ക്. നീ കയറി നിന്നിട്ട് എൻ്റെ എല്ലൊടിച്ച് കളയരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലൊടിച്ചിട്ട് ഞാൻ എന്താ സൂപ്പ് വെക്കാൻ വേണ്ടി പോവാണോ? മര്യാദയ്ക്ക് കിടക്കങ്ങോട്ട്. പതിയെ നോക്കി എന്നൊക്കെ പറയാണ് സച്ചി. അതിനിടയ്ക്ക് രേവതി ഇങ്ങനെ മേല് കയറിയിട്ട് നടുവൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദ്യം കയറി ചവിട്ടുന്ന സമയത്ത് നന്നായിട്ടുണ്ടെന്ന് പറയാണ്. പിന്നെ കുറച്ച് ചവിട്ടി ചവിട്ടി മെല്ലെ മെല്ലെ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ വേദനയും പോകണം, ഒന്നും ചെയ്യാതെന്ന് വെച്ചാൽ എങ്ങനെയാ നടക്കുക എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണേ. എന്തൊക്കെയാണെങ്കിലും കുറച്ച് മയത്തോടു കൂടി വേണ്ടേ? ഇത്ര നാള് കാറിൽ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കാർ എൻ്റെ മേലെ കയറിയ അവസ്ഥയായി. ഓ എന്താ കളിയാക്കാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അത്രയും നേരം രേവതി ഒരു കാല് താഴെയും ഒരു കാല് മാത്രമാണ് കേട്ടോ സച്ചിയുടെ മേല് ഉണ്ടായിരുന്നത്. തുടർന്ന് സച്ചിന്റെ മേലേക്ക് രണ്ട് കാലെടുത്ത് വെച്ചിട്ട് കയറുന്ന സമയത്ത് സച്ചി അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ വിളി നമ്മുടെ ചന്ദ്രമതി കേൾക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി വിചാരിക്കുന്നത് അല്ല ഇത്രയും കാലം സച്ചി ഇങ്ങനെ വിളിച്ചത് കേട്ടിട്ടില്ലല്ലോ, അതും ഭയങ്കര സ്നേഹത്തോടു കൂടി. വീണ്ടും അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ സച്ചിയുടെ റൂം പോയി തുറന്നു നോക്കുന്ന സമയത്ത് സച്ചി കിടക്കുവാണല്ലോ, രേവതി മേലെ കയറി നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കണ്ണു തുറിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഞെട്ടിത്തെറിച്ച്. എന്നിട്ട് എന്താടി എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി കട്ടുമ്പിലേക്ക് അങ്ങോട്ട് വീഴാണ്. എന്താടി ഇത്, നീ എന്താടി തീ മെതിക്കുന്നത് പോലെ അവനെ ഇട്ട് മെതിച്ചുകൊണ്ടിരിക്കുന്നത്? അത് സച്ചേട്ടന് നടുവേദനയാന്ന് പറഞ്ഞപ്പോ എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അമ്മേ, എനിക്ക് ശരീരരാസകലം വേദന, അതുകൊണ്ടാണ്. വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നേടാ ഡോക്ടറെ അടുത്താ പോകേണ്ടത്. ഇവളോട് എന്തിനാ മെതിക്കാൻ വേണ്ടി പറഞ്ഞത്? ഇവള് മെതിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ?
ഇവൾ മൽക്കമൊക്കെ കയറി മെതിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തിയത്? ഇവനും ആണെങ്കിൽ അവളെ ആണെങ്കിൽ മെതിക്കാൻ വിട്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, കഥക് നന്നായിട്ട് അടയ്ക്കണ്ടേ എന്നുള്ള കാര്യം. കഥക് അടച്ചിരുന്നു, കാറ്റിന് തുറന്നതാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വേദന പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെതിച്ചത്, എന്നിട്ട് അതിനും എന്നെയാ ചീത്ത പറയുന്നത്. അതൊക്കെ വിട്ടേക്ക്. ഇവരെന്താ പുതിയതായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നീ ഒന്നും കൂടി മെതിക്ക് എന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്രമതിയാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ പുറത്ത് വലിയ വീരശൂര പരാക്രമിയൊക്കെയാണ്. അപ്പോഴേക്കും രവി വരുന്നുണ്ട്. എന്തൊക്കെയാ നീ പിച്ചും പയ്യും പറയുന്നത്? നിങ്ങൾ അവിടെ നടക്കുന്ന കൂത്ത് വല്ലതും കാണുന്നുണ്ടോ? എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് സച്ചിയുടെ റൂമില് തങ്കപ്പെട്ട മരുമകളാണ്, കുടുംബത്തിന് യോജിച്ച മരുമകളാണ്. നിങ്ങൾ വലിയ പട്ടൊക്കെ കൊടുത്തില്ലേ അവള്? അവിടെ പോയിട്ട് നിങ്ങളൊന്ന് നോക്ക് സച്ചിയെ എങ്ങനെയാണ് അവള് മെതിക്കുന്നതെന്ന്. മെതിക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, അവനെന്തോ മുതുകുവലിയേറ്റാണ്, അവളാണെങ്കിൽ അവന്റെ മേല് കയറി നിന്ന് മെതിക്കുന്നു. അത്രയേ ഉള്ളൂ. ശരീരം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി നിന്ന് മെതിച്ചു കഴിഞ്ഞാൽ ആ വേദന പോയിടും. അതല്ലേ അവൾ ചെയ്തത്. ഇതിലിപ്പോൾ എന്താ അത്ര ഉള്ളത്? പണ്ട് എനിക്കും ഇതുപോലെ നല്ല മുതുകുവലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീ അതൊന്നും ചെയ്തു തന്നിട്ടില്ല. രേവതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ട് അവന്റെ വേദന പോകാൻ വേണ്ടിയിട്ട് മുതുകിൽ കയറിയിട്ട് ചവിട്ടുന്നു. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കിടക്ക്, ഞാൻ കയറി മെതിച്ചു തരാം. എന്തിന്? ഇപ്പോഴല്ലേ ഒരു ഓപ്പറേഷൻ ചെയ്തത്, വീണ്ടും ഹോസ്പിറ്റലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണോ? അതിരിക്കട്ടെ, നിന്നോടാരാ ആ റൂമിൽ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞത്? എനിക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? അവിടെ പോയി നോക്കലാണല്ലോ എൻ്റെ പണി. അമ്മ എന്നൊരു വിളി കേട്ടു, അതോട് ഞാൻ പോയി കണ്ടതാണ്. അവൻ വേദനയിൽ വിളിച്ചതായിരിക്കും. എന്തൊക്കെ വേദനയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുണ്ടോ ഒരു ഇത്? സ്വന്തം ഭാര്യ അതിന് മേലെ കയറി നിന്ന് മെതിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് നന്നായിട്ട് കയറി മെതിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല കാര്യങ്ങളും ഉണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ആൺപിള്ളേരെ പെറ്റു വളർത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഭാര്യ എന്നൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അവൾക്ക് സ്വന്തമാണ് അവൻ. ഇത് ഏത് നാട്ടിലെ കാര്യമാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കല്യാണം ആയതിനു ശേഷം എൻ്റെ അമ്മ എൻ്റെ കൂടെയാണോ നിൽക്കുന്നത്? നമ്മളിവിടെ നിൽക്കുമല്ലേ, അവരാണെങ്കിൽ നാട്ടിലല്ലേ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പം ഞാനും നിങ്ങളുടെ അമ്മയെ പോലെ ഗ്രാമത്തിൽ പോയി ഇരിക്കണം എന്നാണോ പറയുന്നത്? പോകാൻ വേണ്ടി പറഞ്ഞാൽ നീ പോവോ? ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കണം. അതാണ് കുടുംബത്തിന് നല്ലത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. രവി പോയി കഴിഞ്ഞതിന് ശേഷം ഈ ശ്രീകാന്തിന്റെ പ്രശ്നത്തിൽ സച്ചി രേവതിയുമായിട്ട് ഉടക്കുമെന്ന് വിചാരിച്ചാൽ അതും സോൾവ് ആയല്ലോ. അങ്ങനെ എന്ത് മന്ത്രമാണാവോ ഇവള് അവന് ചൊല്ലിക്കൊടുക്കുന്നത് എന്നറിയില്ലല്ലോ. തുടർന്ന് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാരണം കിട്ടി. ഇനിയിപ്പോൾ നാളെ എന്തൊക്കെയാണാവോ പറയാൻ വേണ്ടി പോകുന്നത്. ഇതൊന്നും സച്ചി കേൾക്കുന്നില്ല കേട്ടോ. സച്ചി എന്തോ ഭയങ്കര ആലോചനയിലാണ്. നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നത്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ, സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ അമ്മേന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ അമ്മ ഓടി വന്ന് കണ്ടില്ലെന്നുള്ള കാര്യം പറയുമ്പോൾ, ഓ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അതിന് ഞാനൊരു കാരണമായല്ലേ. എന്തായാലും ഇപ്പം കിടന്നുറങ്ങാൻ നോക്ക്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. രേവതി ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അയ്യോ നേരം വെളുത്തു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. പിന്നെ അല്ല, ബാധ്യത്തിരുന്നിട്ടാണോ ഞാൻ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ. ആവൂ, ഭാഗ്യം. എന്തായാലും ട്രിപ്പിന് കോളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എണീക്കുകയാണേ. അല്ല, നിങ്ങളുടെ വേദനയൊക്കെ എങ്ങനെയുണ്ട്, കുറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ കുറഞ്ഞു. അങ്ങനെ എണീറ്റിട്ട് ഇപ്പം മുതുകുവലിയൊന്നും ഇല്ലല്ലോ, എന്തോ മാജിക് നടന്ന പോലെയാണല്ലോ. രാത്രി ഭയങ്കര വേദന എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നടുവിന് മെതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയെല്ലാം പോകും എന്നുള്ള കാര്യം. ഇപ്പം എല്ലാം പോയില്ലെന്ന് ചോദിക്കുമ്പോൾ, ആ പോയി എന്ന് പറയാണേ. കാലിൽ എന്താ വൈദ്യം എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും വേദനയൊക്കെ പോയി, ഇപ്പൊ റിലാക്സ് ആയി. ഇപ്പോൾ എല്ലാം പോയില്ലേ? ഇന്നലെ എന്തൊരു ഒച്ചപ്പാടായിരുന്നു. ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയിരുന്നെങ്കിൽ എത്ര പണം പോയേനെ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടറുണ്ട്. അവർക്ക് 400 രൂപയാണ് മരുന്നിനും എല്ലാം കൂടി എന്ന് പറയുമ്പോൾ 400 രൂപയോ ഒരു നടുവേദനയ്ക്ക്. അതെ, എൻ്റെ അച്ഛന് പണ്ട് നടുവേദന വന്നിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്നിട്ടെന്തേ നിൻ്റെ അമ്മ കയറി ചവിട്ടി മരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണേ. അത് നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്ക്. എന്തായാലും വേദന കുറഞ്ഞില്ലേ, ഇനി പോയി കുളിക്കാൻ നോക്ക്. നിങ്ങൾ മാത്രമേ ഇനി കഴിക്കാത്തുള്ളൂ, വീട്ടിലെല്ലാവരും കഴിച്ചു. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. അപ്പോൾ ജോലിക്ക് പോകാനല്ലേ നീ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ, പോയാൽ മാത്രം പോരാ, പോകുമ്പോൾ പോയതുപോലെ തന്നെ തിരിച്ചും വരണം. ഇപ്പോൾ നടുവേദനയൊക്കെ മാറിയില്ലേ, 400 രൂപ എടുത്ത് വെക്ക്. ഇതിനെല്ലാം നീ കണക്ക് വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുമായിരുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ എത്ര തവണ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ നീ ക്യാഷ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അന്ന് നിന്റെ പൂക്കാരി ഫ്രണ്ട് വഴിയിൽ നിൽക്കുന്ന സമയത്ത് ആ കൊട്ടയുമായിട്ട് അവരവിടെ കൊണ്ടുവിട്ടില്ലേ സംസാരിച്ചും കൊണ്ട്? എന്നിട്ട് ഞാൻ അതിന് കണക്ക് ചോദിച്ചോ? എന്താ നീ തരുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ നിങ്ങൾ കണക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നീയല്ലേ ഇതൊക്കെ പറഞ്ഞത്?
നിങ്ങളുടെ കാറ് കയറിയുന്നതിന് നിങ്ങൾ എന്നോട് കണക്ക് പറയോ? നീ അതിന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഞാനും കണക്ക് പറയണം. വീട് വൃത്തിയാക്കുന്നു, അലക്കുന്നു, വെടിപ്പിക്കുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോഴേക്കും പാത്രം കഴിക്കുന്നില്ല, അതിനും കൂടി ചേർത്തിട്ടാണ്. എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ കണക്ക് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കേണ്ടി വരും. അതെ, ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഭാര്യ ജോലി ചെയ്യുന്നതിന് പണം കൊടുക്കാനെന്ന് പറഞ്ഞ് വേഗം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലോൺ തരുമല്ലോ. പിന്നെ മുതുകിൽ 4 ചവിട്ടും ചവിട്ടിയിട്ട് അവള് ആ കാലിന് 400 രൂപ ചോദിക്കാന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്കും കാല് അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറേ ആയിട്ട് എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ് അത് ഇതെന്നൊക്കെ. നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? പൂ കെട്ടുന്ന സമയത്ത് പൂ പോലെ സംസാരിക്കണമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കാർ ഓടിക്കുന്ന സമയത്ത് ഓണ് പോലെയാണോ സംസാരിക്കുന്നത്? ഞാനും കണ്ടോണ്ടിരിക്കുകയാണ്, നീ കൂടെ കൂടെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ, പൂ കെട്ടുന്ന കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കൂടെ പോലെ സംസാരിക്കുന്നത്. അടുത്ത് കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ കൂടെ എടുത്തിട്ട് താഴെ ഇടട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൂടെ ഇവിടെ വെക്കാനല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ വെക്കാം, നീ വെറുതെ കിടന്ന് ഒച്ചെടുക്കണ്ട, ആദ്യം നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ വന്ന് നീ കുറച്ച് ഓവർ ആവുന്നുണ്ട് സംസാരം. വച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തോർത്തൊക്കെ എടുത്ത് കുളിക്കാൻ വേണ്ടി പോകുന്നത് സച്ചി. അങ്ങനെ റെഡിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും ഭക്ഷണമായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. പൂരിയാണോ ഉണ്ടാക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഈ ഒരു ചടങ്ങായിട്ട് മാറ്റി ഇതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്ത്? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നും പൂരി ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കിയതല്ല. ഉപ്പുമാവും ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി, അപ്പോൾ റൊട്ടീൻ പോലെ ഇന്ന് പൂരി ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ശരി, നിങ്ങളിരുന്ന് കഴിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ പൂരി അങ്ങ് മുറിച്ച് വായിലേക്ക് ഉണ്ടാകുമ്പോഴേക്കും കൈ ഭയങ്കര വേദന പോലെ എന്ന് പറയണം കേട്ടോ സച്ചി. വേദന പോയി എന്ന് പറഞ്ഞിട്ട് നടുവിൻ്റെ വേദന പോയി, പക്ഷെ കൈ കണ്ടില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര വേദന എന്ന് പറയണേ. ഇനി ഞാൻ എങ്ങനെയാ കഴിക്കുക? അത്രയല്ലേ ഉള്ളൂ, എന്നാ താ എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് നമ്മുടെ പൂരിയും മസാലയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉരുളയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചിക്ക്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, കൈക്ക് വേദനയാന്ന് പറഞ്ഞില്ലേ, ഇനി എങ്ങനെ കാർ ഓടിക്കുക? ഇന്ന് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തോളൂ, കൈ വേണമെങ്കിൽ മെതിച്ച് വിടാം. അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ ജോലിയെ എൻ്റെ കയ്യെ വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത്, ഇതാണ് എൻ്റെ വലിയ ആയുധം. നീ മെതിച്ചിട്ട് എൻ്റെ കൈ ഒന്നും ചെയ്യരുത്, എനിക്ക് കാർ ഓടിക്കണം. അങ്ങനെ ഭക്ഷണം മൊത്തം കൊടുത്തതിന് ശേഷം ഞാൻ പോയിട്ട് പൂരി എടുത്ത് വരാമെന്ന് പറയുമ്പോൾ മതി എന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് സച്ചി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, ഞാൻ പോട്ടെ, ബൈ എന്നൊക്കെ കൈകൊണ്ട് പറയുന്നുണ്ട്. അല്ല, കൈക്ക് വേദന എന്നല്ലേ കാര്യമുള്ളേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നേ. ഇപ്പൊ കൈയാണെങ്കിൽ ഇങ്ങനെ ആട്ടുന്നുണ്ടല്ലോ, ഇപ്പൊ കൈ വേദനിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അപ്പോഴേ കൈവേദനയില്ല, ചുമ്മാ ഒന്ന് നിന്നെ ചുറ്റിച്ചതാണ്. ഇതിന് നടു തിരുമ്പത്തിന് നീ 400 രൂപ ചോദിച്ചില്ലേ, അതിനുള്ള പണിഷ്മെന്റ് ഇതെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ ചിരിച്ചും കൊണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.